വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവഭക്തന്മാർ ഒട്ടനവധി ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ദൈവത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചവരാരെയും അവിടുന്ന് നിരാശരാക്കിയിട്ടുമില്ല. നമ്മിൽ പലരും കൂടെ ചോദിക്കുന്നത് പോലെയുള്ള ഒരു ചോദ്യം ഹബക്കുക്ക് പ്രവചനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്. ഓ ലോർഡ്, ഹൗ ലോങ് ഷാൽ ഐ ക്രൈ ഫോർ ഹെൽപ്പ് ആൻഡ് യു വിൽ നോട്ട് ഹിയർ? കർത്താവെ, എത്രത്തോളം ഞാൻ സഹായത്തിനായി കരയുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഇവിടുത്തെ കരച്ചിൽ ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ അല്ല, തുടർമാനമായുള്ള കരച്ചിലാണ്. ഒരു സഹായത്തിനായി, ഒരു സൗഖ്യത്തിനായി, ഒരു വിടുതലിനായി നിലവിളി ഉയർത്തുകയാണ്. ദിവസങ്ങളോളം കരഞ്ഞിട്ടും ദൈവത്തിൽ നിന്നും മറുപടി കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കൂട്ടായ്മകൾക്ക് നിരന്തരമായി പോകുന്നു, എന്നിട്ടും കരച്ചിലിന് ഉത്തരം കിട്ടുന്നില്ല. ഒടുവിൽ നിരാശപ്പെട്ട് ക്ഷമ നശിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കർത്താവേ നീ എൻ്റെ കരച്ചിൽ കേൾക്കാതിരിക്കുന്നു? ഇതേ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാണ് നമ്മിൽ മിക്ക പേരും. വിഷയങ്ങൾക്ക് മുമ്പിൽ നാം കരയുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നല്ല കാര്യം തന്നെ. എന്നാൽ മറുപടി വൈകുമ്പോൾ നാം അസ്വസ്ഥരാകാറുണ്ട്. അന്നേരമാണ് നാം ദൈവത്തെ സംശയിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഹബക്കുക്കിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള മറുപടി പ്രവാചകന് 2-ാം അധ്യായത്തിൽ ലഭിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവ എന്നോട് ഉത്തരമരുളിയത്, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. നമ്മുടെ ചില കരച്ചിലുകളുടെ മറുപടി വൈകി എന്ന് വന്നേക്കാം. ആ വൈകിക്കൽ ദൈവം വച്ചിരിക്കുന്ന അവധിയാണ്. ആ അവധി നമ്മുടെ നന്മയ്ക്കും ഗുണീകരണത്തിനുമായിട്ടുള്ളതാണ്. ദർശനത്തിന് അവധി വച്ചിരിക്കുന്ന ദൈവം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായി പറയുന്നു, ദർശനത്തിൻ്റെ അവധി സമാപ്തിയിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷമയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടെ, വിശ്വാസത്തോടെ കുറച്ചു കാലം കൂടി കാത്തിരിക്കുക. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് പറയുന്നത്, ദർശനം വരും, നിശ്ചയം താമസിക്കുകയുമില്ല. Have a blessed day.